അതൊരു ത്രില്ലിനായിട്ട് ഡിസ്കോയിൽ ചെന്നപ്പോ അവരുടെ ബോയ്ഫ്രണ്ടിന് അവരുടെ കൊടുത്തില്ലായിരുന്നു. അവർക്കായി എന്നോട് തന്നെ ഇവര് തമ്മിൽ അറിയാത്തൊരു ഘട്ടം വന്നപ്പോ ഞാൻ ചെറിയ എത്ര മണിയുണ്ടോ അവന്റെ ഭാര്യ അവന്റെ ബോയ്ഫ്രണ്ടിന്റെ പിന്നെ മോളിലേക്ക് രണ്ടിടത്തായിട്ട് 4 മുതൽ തിരിച്ചു. അയ്യോ അതെങ്ങനെ എത്ര പെണ്ണായിരുന്നു വീട്ടില്? 12. എന്നിട്ട് ബാക്കിയുള്ളവർ രാത്രി മുതൽ ആശുപത്രിയില്ലാത്ത സാഹിബിന്റെ ഇടവും നിലവിൽ കാലി വെച്ചിട്ട് ഒരു 14 ദിവസം കൊണ്ടാറിയില്ല അവന്റെ എന്തെങ്കിലും വാങ്ങിച്ചത്. അവന് വരാറില്ല. ഇല്ലെങ്കിൽ കാണായിരുന്നു രസം കിരൺ കഴിയാൻ തോന്നൽ യുദ്ധായി അയത്തെ എണ്ണായി അല്ല അതല്ല അല്ല വേദന നോക്കോ ഞാൻ വന്നതാ പറയാം. ആര് പറയാ പെണ്ണ് പറയാം. ഞാൻ യുവതോടെ പോവാ. ഇല്ല കണ്ടു സ്ഥലം വ്യക്തി പൊളിച്ചിട്ട് ഭയങ്കര ഭയങ്കര അനുഭവം. എന്നിട്ട് പറയണം കിരൺ ചെറിയാൻ പോത്തൻ ഒരു ഫോൺ കോളില്ല, ഒരു കത്തില്ല. എവിടെ ആയിരുന്നറിയേ കഴിഞ്ഞ ഒരു 6 മാസക്കാലം അവിടെ ഒരു പഴയ ഗോൾമൈൻ ഓണറുടെ 4ാമത്തെ വെപ്പാട്ടിയുടെ ഒടുവില് അക്കന്റെ ബോഡി മാത്രം ഗാഡിയുടെ പോരാത്തൊരവസ്ഥ വന്നപ്പോ കഴിയൂ. അതാ ഞങ്ങൾ 4 മാസം. പിന്നൊരു 2 മാസം കുട്ടനും ചുറ്റും കാര്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നൊരു 10 സ്ഥലത്ത് നല്ല പഴഞ്ചോറ് പന്നിയത്തി നല്ല അമരം മാറ്റമൊക്കെ ഇറങ്ങി കാണിച്ചപ്പോഴേ ഓഹോ എന്നിട്ട് എന്താവാൻ ദിവസവും പള്ളിയിൽ പോകണം. എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണം. ഉള്ള റബ്ബർ കൂടെ എന്റെ തലയിൽ എഴുതിയിരിക്കണമെന്ന് പറഞ്ഞു. പപ്പായും അമ്മച്ചിയുടെ അങ്ങനെ പരിശുദ്ധ പിതാവ് വീട്ടിൽ വട്ടേക്കാട് മനസ്സിൽ എല്ലാം കൂടെ ഒപ്പുണ്ട്. എന്നെ പിന്നെ ജ്യൂസ് അടിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അങ്ങനെ പപ്പായ്ക്ക് അമ്മച്ചിയും അറിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ചില നായകളുടെ ദൂരമാണ്. വീട്ടിൽ എത്ര ഉണ്ടായാലും ഇനം തന്നെ നിൽക്കണം. എന്നാലേ കുഴഞ്ഞു നിൽക്കത്തുള്ളൂ. ഇതിന്റെ അപ്പുറത്തെ വൈകാതെ വരും. അതിപ്പോ ഒരു 78 with HF2 major heart attack. അമ്മച്ചിയോ അതൊക്കെ 71 ഇല്ലാത്ത അസുഖങ്ങളോട്ട് ഇല്ലതാണ്. പിന്നെ അവസാന കാലത്ത് ആശുപത്രിണ്ടായി കിട്ടിയ ഒറ്റപ്പുത്രൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് മനസ്സിലാൻ വേറെ. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ വയസ്സായിപ്പോയി അസുഖം വേണ്ടിയുള്ള തമാശയെ പലർക്കും പല വീടുകളിലും വീട് നിലയിൽ ഒരു ലൈവ് കോമഡി ഷോ. ജീവനോടെ ഉള്ളത് നമുക്ക് അവരുടെ വില മനസ്സിലാവില്ല. മരിക്കുന്നു. അവർ മരിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും നമുക്ക് എത്രയാണ് നഷ്ടപ്പെടുന്നത്. തീരെ ചെറുപ്രായത്തിലെ നഷ്ടം എന്താണെന്ന് അറിഞ്ഞാൽ എനിക്ക് 3 തവണ നാട്ടിൽ പോയപ്പോഴും കാഞ്ഞിരപ്പള്ളി ചെല്ലുമ്പോഴും പപ്പായ അമ്മച്ചിന്റെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. കഴുതേ അങ്ങനെ ചുമ്മാ നാട്ടിൽ പോയപ്പോ ചെന്നതിന് കണ്ടൊന്നുമല്ല. നിന്റെ പപ്പായ അമ്മച്ചിയെ കാണാൻ വേണ്ടി തന്നെയാണ് പോയത്. ഈ 3 തവണ നിന്നെപ്പറ്റി ഒരു വിവരം മറ്റേ പോലെ പിടിച്ച് സങ്കടപ്പെടുന്നത് കേൾക്കുമോ? അയ്യോ എന്റെ പള്ളി ഇതാണ് ചിപ്പിക്കുന്ന സാധനം. എന്നെ ഫോൺ ചെയ്ത് കിട്ടാത്തതല്ല അവളുടെ കാശ് വെള്ളത്തിന് അയ്യോ എടാ പോളെ കല്യാണത്തെ വിളിക്കാനായിട്ടൊന്നും കേട്ടോ. ഞാൻ പട്ടാളത്തിൽ ചേർന്ന് ആദ്യമായിട്ട് വീട്ടിലെ കാണാൻ വേണ്ടി പോയിട്ട് ചെല്ലുമ്പോൾ പൊടിച്ച് മടക്കി ഈ പോക്കറ്റ് പോലീസാണ്. ഇത് കാര്യം പള്ളി ഇതാര് അമ്മ സ്വാമിനാണ്. അങ്ങനെ അറിയോ ദൈവം തമ്മിൽ ഇല്ല നീ ഈ സംഭവം നടന്ന ഡൽഹിയിലല്ല, ഒരു 90s